മേഘ, ഈ കേരളത്തിലെ മഹിളാ മോർച്ചയ്ക്ക് എന്താണ് തരത്തിൽ സംഭവിച്ചത്? അവര് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഇത്രയും വർഷം ഇങ്ങനൊരു സംഘടനയുണ്ട് എന്ന് പോലും ആരും കേട്ടിട്ടില്ല. പെട്ടെന്നൊറ്റ ദിവസം കൊണ്ട് ഇതാ ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടണം, ഞങ്ങൾ KSRTC ബസ്സിൽ ഇന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നേരെ കയറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവര് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ലേ? മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ആലോചിച്ച് നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവർ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മന്ത്രിസഭ വരണം, സത്യപ്രതിജ്ഞ കഴിയണം, മന്ത്രിമാര് വരണം, പക്ഷെ ഇതിന്റെ ആദ്യ കടമ്പ എന്നോണം ബസ്സിൽ യാത്ര ചെയ്യുന്നവരിൽ എത്ര സ്ത്രീകളുണ്ട്, പുരുഷന്മാര് എന്നുള്ളതിന്റെ കണക്കുകൾ എടുക്കാനുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ, UDF അധികാരത്തിൽ വന്നിട്ടും എന്താണ് ഇത് 11 ദിവസമായി ഇതുവരായിട്ടില്ല എന്ന് ഉദ്ദേശിക്കുകയാണ്. പാളിപ്പോ എന്തുപോയി കാണിക്കുന്നത്? വേറൊരു സംഭവം പറയാം. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസം അന്ന് വൈകിട്ട് വീട്ടിൽ പോയപ്പോൾ, എന്റെ വീട്ടിൽ എന്റെ പപ്പയൊക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അപ്പൊ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ പപ്പ എടുത്ത വൈകിട്ട് ചോദിക്കുകയാണ്, അങ്ങോട്ട് ജയിച്ച് കയറിയില്ല, അതിന് പിന്നെ തുടങ്ങി ലോഡ് ഷെഡിങ്. ഇതാണ് കളിയാക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ പോലും ഇനി അങ്ങോട്ട് എല്ലാവരുടെ ഉദ്ദേശം ഇതായിരിക്കും. ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം ഇനി തിരിച്ചടിക്കുക, തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി കറണ്ട് പോയ പ്രശ്നമായിരിക്കും, കറണ്ടിന് വില കൂടിയ പ്രശ്നമായിരിക്കും, എന്തെങ്കിലും ഒരു സാധനത്തിന് വില കൂടിയ പ്രശ്നമായിരിക്കും, ബസ് ഒന്ന് വൈകിയാൽ പ്രശ്നമായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു സ്വാഭാവികമായ സമയം വേണ്ടേ? അതുപോലും മനസ്സിലാവുന്നില്ല. എന്തായാലും മാസാവാൻ ശ്രമിച്ചെങ്കിൽ പോലും സംഭവം തനി കോമാളിത്തരമായി പോയി. അത് എടുത്തു വെച്ച് ട്രോളുന്നവരെയൊക്കെ കാണണം. ഇത്രയും അപഹാസ്യരാകാൻ പാടില്ല. ഇതിലും ഭേദം CPM തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. CPMമാര് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, അവർക്കറിയാം സർക്കാർ അധികാരത്തിലൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇതൊന്നും കിട്ടത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് അങ്ങനെയാണെങ്കിൽ ആദ്യം സമരം ചെയ്യേണ്ടത്, ഇതിനു മുമ്പിട്ട് 50 രൂപയ്ക്ക് ഞങ്ങൾ പെട്രോൾ തരുമെന്ന് പറഞ്ഞ സംസ്ഥാന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഓഫീസിന് മുന്നിലേക്ക് ഇവര് സമരം നടത്തിയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതിനു മുൻപ് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞൊരു വ്യക്തിയും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിലേക്ക് വേണമെങ്കിലും സമരം നടത്താവുന്നതായിരുന്നു. അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ 850 രൂപയ്ക്ക് 800 400 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ഗ്യാസ് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1000 1500 2000 രൂപ ഗ്യാസ് കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആഗോള ഇപ്പോ നമുക്ക് കമ്മ്യൂണിസ്റ്റ് താത്വിക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ആഗോളപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ കണക്കിലെടുത്തുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ആഗോള തലത്തിൽ നമുക്ക് വിട്ടുകൊടുക്കാം. അതൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ. ഇനി കേരളത്തിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അത് നടപ്പിലാകും. എന്നാണെങ്കിലും അത് നടപ്പിലാകും. എന്താണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഗണപതി കല്യാണം പോലെ നീണ്ടു പോകുമൊന്നുമില്ല. അടുത്തൊരു 3-6 മാസങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാകുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്ത് വരുന്ന സംഭവം എന്താണെന്ന് അറിയുകയോ? ഇപ്പോ സൗജന്യ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഗണേഷ് കുമാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പടുകുഴിയിൽ നിന്ന് എടുത്തുയർത്തി മേളി വെച്ച KSRTCയെ സൗജന്യ യാത്ര കൊടുത്ത് താഴെ എത്തിച്ചു എന്നുള്ള സംഭവമാണ് നമ്മൾ ഇനി അടുത്ത് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തായാലും ഈ പറഞ്ഞ ബസ് യാത്ര, അതുപോലെയുള്ള ആശുപത്രി സൗകര്യങ്ങൾ, ഇതെല്ലാം സർവീസുകളാണ്. ഇതില് ഇനി പണം ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ. ഇപ്പൊ ബെവ്കോയൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ നടത്തി പോകുന്നത്, സർവീസ് അല്ലല്ലോ. പക്ഷെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഇവരാരും അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഗണേഷ് കുമാർ എങ്ങനെയാണ് KSRTC ലാഭത്തിലാക്കിയത്? ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മൊത്തം പിരിച്ചുവിട്ടു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെ നിയമനമില്ല. 10 കൊല്ലമായിട്ട് 16 നിയമനങ്ങളിൽ ഏകദേശം 4 എണ്ണം മാത്രമാണ്. 16 എണ്ണത്തിന് അവർ കത്ത് കൊടുത്തു, അതിൽ 4 എണ്ണം എങ്ങാണ്ടേ നിയമിച്ചിട്ടുള്ളൂ. അപ്പൊ 10 വർഷമായിട്ടാണ്. 1-ാം തീയതി സാലറി കൊടുത്തു എന്ന് വാർത്തകളിൽ വന്നുവെങ്കിൽ പോലും അത് മറ്റേ ബേസിക് പേ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മുഴുവൻ സാലറി അവർക്ക് കിട്ടിയിട്ടില്ല. കുറെ സാലറി പെൻഡിങ് ആണ്. അതുപോലെ തന്നെ ബസ്സുകൾ പലതും കട്ടപ്പുറത്താണ്. ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥയെല്ലാം വളരെ ശോചനീയകരമാണ്. നമ്മൾ ഈ പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിച്ചതിന്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പത്തനാപുരം ബസ് സ്റ്റാൻഡാണ്. അതുപോലും നവീകരിച്ചിട്ടില്ല. ഇതിന് മറ്റൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥരെ എല്ലാം പിരിച്ചുവിട്ടു. അതായത് സ്ഥിര ജോലിക്കാരും അപ്പൊ അവർക്ക് വേണ്ടുന്ന സ്ഥിര ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം ഒന്നും കൊടുക്കണല്ലോ. ദിവസ വേതനക്കാർക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി എന്നൊരു വിഷയമുണ്ട്. അപ്പൊ അവർക്ക് അത് കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെയാണ് KSRTC ഇദ്ദേഹം ലാഭത്തിലാക്കിയത്. അല്ലാതെ കൃത്യമായിട്ട് അതിന് PSC വഴി റിക്രൂട്ട്മെന്റ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല.
അതെ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളവരെ മൊത്തം പിരിച്ചു വിട്ടു. അപ്പൊ പിന്നെ അവർക്ക് കാശ് കൊടുക്കണ്ടല്ലോ. പിന്നെ കുറച്ച് വീഡിയോകളും ഉണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് റാപ്പർ ഇങ്ങനെ തിരിച്ചാൽ ചോക്ലേറ്റ് പുറത്തേക്ക് വരും, ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, എന്നിട്ട് ഇങ്ങനെ കളർ മുക്കിൽ കളർ ചെയ്യാം, ഈ ലിവർ ഇങ്ങനെ നീക്കിയാൽ അതിങ്ങനെ പൊങ്ങി വരും, അങ്ങനെ കുറെ ഓണടിക്കാം. ഇങ്ങനെ തിരിച്ച സാധാരണ വണ്ടികൾ ഇങ്ങനെയാണ് തിരിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ തിരിച്ച വണ്ടി തിരിയും. അങ്ങനെ കുറെ പ്രഹസനങ്ങളൊക്കെ കണ്ടു. KSRTC എന്ന് പറയുന്നത് ജനങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അത്ര വലിയ ലാഭത്തിൽ ഓടുന്ന ഒരു സർവീസ് അല്ല. അതുമല്ല, സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒരു ലാഭം നേടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല. അതും മാറി നിൽക്കട്ടെ. സർക്കാർ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് മാത്രമായിരിക്കും സൗജന്യ യാത്ര നടപ്പിലാകാൻ പോകുന്നത്. അതിനൊരു പ്രത്യേക ഫണ്ട് സർക്കാർ വക വഴിതിരിച്ചിട്ട് ആയിരിക്കും ഇത് തന്നെ ചെയ്യുന്നത്. സർക്കാർ തന്നെ പറഞ്ഞ എന്താണ്, അതായത് പിണറായി സർക്കാർ ദൂരത്തിന് വേണ്ടി ചിലവാക്കിയ കാശുണ്ടെങ്കിൽ മാത്രം കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നു. അപ്പോ ദൂർത്തുകൾ കുറച്ച് ഈ കണക്കിൽ അറിയാവുന്ന പോലും ഇപ്പൊ നമുക്ക് കണക്കുകൾ അറിയാവുന്നത് മാത്രം എടുത്ത് നോക്കിയാണ് പലരും പറഞ്ഞത് ഇപ്പൊ ഈ ദൂരടിച്ച പൈസ മതിയെന്ന്. പക്ഷെ കണക്കിൽ പെടാത്ത എത്രയോ പണം പോയിട്ടുണ്ടാകും. ക്ലിഫ് ഹൗസില് കാലിത്തൊഴുത്ത് പണിതതും ക്ലിഫ് ഹൗസിലെ ടൈല് ഇളക്കി പുതുത് പണിതതും, അതുപോലെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം, നവകേരള സദസ്, ഏറ്റവും അവസാനം ഉണ്ടായ നവകേരള സർവേ, അങ്ങനെ എല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നെ ഓരോ വർഷവുമുള്ള ഇവരുടെ 1ാം വാർഷികം, 2ാം വാർഷികം, 3ാം വാർഷികം, 4ാം വാർഷികം, അതുപോലെ എസ്കോട്ട് വണ്ടികൾ, ഇതെല്ലാം അപ്പൊ വളരെ മാതൃകാപരമായി അധികം എക്സ്കോട്ട് വണ്ടികൾ വേണ്ട എന്ന് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ അതിനൊരു കാലാതീതമായ സമയം എല്ലാവരും കൊടുക്കണം എന്നുള്ളത് ഒരു ബേസിക് മാന്യതയാണ്. ഇതിപ്പോ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അങ്ങോട്ട് റിസൾട്ട് വന്ന അടുത്ത ദിവസം ഇതെല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. അതുപോലെ ഇപ്പോ ഖജനാവിന്റെ സാഹചര്യവും അവസ്ഥയും ഒക്കെ മനസ്സിലാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ വിലയിരുത്താം. CPM പറയുന്നത് 4000 കോടി ഞങ്ങള് ഇട്ടിട്ടാണ് പോകുന്നതെന്നാണ്. ഇത് സർക്കാർ കടം വാങ്ങിക്കുന്ന കാശ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മാസത്തെ നടത്തിപ്പിന് വേണ്ടി സർക്കാർ കടം വാങ്ങിക്കുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോടികളാണ്, ലക്ഷം കോടികളാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇവർക്ക് സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല. ഈ 4000 കോടി അക്കൗണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ അത് എത്ര ദിവസത്തേക്ക് ഓടുമെന്ന് പോലും സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല. അപ്പൊ 4000 കോടി രൂപയ്ക്ക് ഉണ്ടോ ഒരു സംസ്ഥാനം അത് റൺ ചെയ്തു പോകണമെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, പെൻഷൻ കൊടുക്കണമെങ്കിൽ തന്നെ അതിന്റെ ഇരട്ടി തുക വേണമെന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്നും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ VD സതീശന് കഴിയട്ടെ.